SITക്ക് ഒരു പരിമിതിയുണ്ട്. യാഥാർത്ഥ്യം അതാണ്. SITക്ക് ഒരു പരിധി വരെയാണ് ഇത്തരത്തിൽ സർക്കാരിനെ കടന്നാക്രമിക്കാൻ അല്ലെങ്കിൽ സർക്കാരിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പരിശോധന മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും ഇനി CBI അന്വേഷണം വരണം എന്നുള്ളൊരു ആവശ്യമായി മുന്നോട്ട് വരുന്നത്. കാരണം ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ രഹസ്യമായി ചോദ്യം ചെയ്തപ്പോൾ അതിന് പിന്നിൽ മറ്റാരെയൊക്കെയോ രക്ഷിക്കാനുള്ള SITയുടെ നീക്കത്തെയാണ് കൃത്യമായി വരച്ച് കാണിക്കുന്നത് എന്നുള്ളത്. പിന്നെ നോക്കൂ, കടകംപള്ളി സുരേന്ദ്രന് ഏറെ അടുപ്പമുള്ള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവായിരുന്നു ഈ പറഞ്ഞ മുൻ അംഗം N. വിജയകുമാർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. അദ്ദേഹമാണെങ്കിലും പത്മകുമാറിനെ പൂർണ്ണമായും കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ പത്മകുമാർ പറഞ്ഞതുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. അതിനപ്പുറം ഈ പറയുന്ന വിശ്വാസ സമൂഹത്തെ ആകെ വലിയ ആശങ്കയിലാക്കിയ വൈകാരികമായ വിഷയത്തിൽ പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോ തിരിച്ചടിയായിരിക്കുന്നത്, സംശയ നിഴലിൽ നിൽക്കുന്നത്. കാരണം പാർട്ടിക്ക് വേണ്ടപ്പെട്ട നേതാക്കന്മാരാണ് ഇന്നിപ്പോൾ പ്രതിസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്.